ഹലോ എവരിബഡി. ഇന്ന് കുറച്ച് ബേബി പ്ലാന്റ്സ്, മീഡിയം സൈസ് പ്ലാന്റ്സ് എല്ലാം ലോ പ്രൈസിൽ വരുന്നവയുടെ ഒരു വീഡിയോയാണ്. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റ് തന്നെയാണ്. വൈറ്റ് സ്റ്റെമ്മ്. പ്രൈസ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഐഡിയ എന്തുവാണെന്ന് അറിയില്ല. ഐഡിയ അറിയാത്ത ഈ പ്ലാന്റാണ്. ഇതൊരു ക്ലിയറൻസ് സെയിൽ കൂടിയാണ്. ഈ പ്രൈസ് എല്ലാത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇത് റൈസ് ലീഫിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. തീരെ ചെറിയ പ്ലാന്റുകളാണ്. ഇതിൻ്റെ എല്ലാം വലിയ സൈസിലുള്ള പ്ലാന്റ്സുകളും അവൈലബിൾ ആണ്. അടുത്തത് റോട്ടാണ്ടം ടൈഗറിൻ്റെ ഈ പ്ലാന്റാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി പ്രൊപ്പഗേഷന് വെച്ചതിൽ നിന്നുള്ള പ്ലാന്റുകളാണ്. ഈ സൈസാണ് വരുന്നത്. 50 രൂപയ്ക്ക് ഒരിലയും പുതിയ ഇല വരുന്ന രീതിയിലുള്ള ഈ പ്ലാന്റാണ്. ഒരു അഗ്ലോണിമ ഇല്ല എന്നുള്ളവർക്ക് ഇത് വാങ്ങി നടാവുന്നതാണ്. റൂട്ട് നന്നായിട്ട് വന്നതാണ്. മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത പാർട്ട് കാണാവുന്നതാണ്. അങ്ങനെയുള്ളതായതുകൊണ്ട് ഇത് പിടിപ്പിച്ചെടുക്കാൻ അറിയുന്നവർ വാങ്ങിയ പെട്ടെന്ന് തന്നെ കിളിച്ച് വരുന്ന ഒരു പ്ലാന്റാണ് ഈ റോട്ടാണ്ടം ടൈഗർ ഹൈബ്രിഡിൻ്റെ. ഇതാണ് സൈസ്. അതുകൊണ്ടാണ് പിന്നെയും കാണിക്കുന്നത്. ഇത് കുങ്കുമിൻ്റെ ഈ പ്ലാന്റാണ്. സീഡ്ലിങ്ങിനേക്കാളും കുറച്ചുകൂടെ വലുതായി, പക്ഷേ കളറ് നന്നായി വന്ന കുങ്കുമിൻ്റെ ഈ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. പ്ലാന്റ്സ് എല്ലാം DTDC ത്രൂ ആണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും അയക്കും. എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അടുത്തത് ഈ പ്ലാന്റാണ്, ഡയമണ്ട് പിങ്കിൻ്റെ. അതും സെയിലിനായിട്ടുണ്ട്. അടുത്ത വരുന്ന ഈ പ്ലാന്റിൻ്റെ ഐഡിയ എന്തുവാണെന്ന് അറിയത്തില്ല. ചെറിയൊരു പ്ലാന്റാണ്. ഈ സെയിലിന് വരുന്നതിൽ നിന്ന് വരുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് അതിൻ്റെ നമ്മളിങ്ങനെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കിളിച്ച് വന്നതാണ്. ഇത് റെഡ് ചാമ അങ്ങനെ ഉള്ള ഒരു ഐഡിയയിൽ വന്ന പ്ലാന്റാണ്. നല്ലൊരു റോസ് കളർ ഉള്ള ഒരു പീച്ചാന്ന റോസ് ആ കളറുള്ളതാണ്. ഇത് റെഡ് സണ്ണിൻ്റെ ഒരു സീഡ്ലിംഗ് ആണ്. 3-4 ഇല ഉള്ള സൈസാണ്. അടുത്തിരിക്കുന്ന 10 ക്യാരറ്റിൻ്റെ സീഡ്ലിങ്സും അവൈലബിൾ ആണ്. അടുത്തത് ഇതാണ്. സുക്സം വൈറ്റ് ആണോ കൊച്ചിൻ എസ്കേഡ് ആണോ എന്നറിഞ്ഞുകൂടാ. ഒരു സീഡ്ലിംഗ് ആണ്. നല്ല വെള്ള കളറൊക്കെ വരുന്ന ഒരു സീഡ്ലിംഗ് ആണ്. അടുത്തത് റെഡ് ക്യാബേജിൻ്റെ ഈ സീഡ്ലിംഗ് ആണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. പ്രൈസ് എല്ലാത്തിൻ്റെയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വീഡിയോയുടെ ആദ്യം വാട്സാപ്പ് നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത് റെഡ് ചാമിൻ്റേതാണ്. തൈയാണ്. സീഡ്ലിങ്ങിനേക്കാൾ തീരെ ചെറിയതിനേക്കാളും കുറച്ച് വലുതായതാണ്. ഇത് അഞ്ചുമാനി വൈറ്റ്, മിൽക്കി വൈറ്റിൻ്റെ തൈയാണ്. ഇതിൻ്റെയും ചെറിയ തൈയും കുറച്ചുകൂടെ ചെറിയ തൈയുണ്ട്, 100 റുപ്പീസിൻ്റെ. അടുത്തത് ബ്യൂട്ടി റെഡിൻ്റെ തൈയാണ്. കുറച്ചുകൂടെ വലുതായതാണ്. തീരെ ചെറിയതല്ല, കുറച്ച് സീഡ്ലിങ്സ് ഇരുന്ന് വലുതായതാണ്. ഇത് തായ് റെഡിൻ്റെ സീഡ്ലിങ്സാണ്. നല്ല റെഡ് കളറൊക്കെ വരുന്ന വലിയ ലീഫ് ആകുന്നതിൻ്റെ തൈകളാണ്. നെറ്റ് പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയവയാണ്. ഇത്രയും റൂട്ടുകളൊക്കെ എത്തിയവയാണ്. കുറച്ച് റൂട്ടുകളൊക്കെ വന്നവയാണ്. നെറ്റ് പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയവയാണ്. നെറ്റ് പോട്ടിലുള്ളവയല്ല. തായ് റെഡിൻ്റെ സീഡ്ലിങ്സ്. അടുത്തത് ഈ റോട്ടാണ്ടം ടൈഗറിൻ്റെ ഈ സൈസുള്ള സീഡ്ലിങ്സും അവൈലബിൾ ആണ്. 100 റുപ്പീസാണ് പ്രൈസ് വരിക. മെലോയുടെ ഈ തൈ തീരെ ചെറിയതാണ്. മെലോയുടെ ഈ തൈ 80 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. മെലോയുടെ റൂട്ട്സൊക്കെ ഉള്ളതാണ് എല്ലാം തന്നെ. അടുത്തത് ഈ ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സാണ്. കളറൊക്കെ കയറി വന്നവയാണ്. പിങ്ക് ഡാൽമേഷ്യൻ്റേതാണ്. രണ്ടിനും ഒരേ പ്രൈസ് തന്നെയാണ്, 140 റുപ്പീസ്. ഇത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈക്ക് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തത് സ്നോ വൈറ്റിൻ്റെ മീഡിയം സൈസ് പ്ലാന്റാണ്. അതിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. സ്നോ വൈറ്റ്. ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെയും ചെറിയ പ്ലാന്റ് ഉണ്ട്, അവൈലബിൾ ആണ്. അത് മദർ പ്ലാന്റ് വിത്ത് ഷൂട്ട്സാണ് ആ കാണുന്നത്. ഇത് വൈറ്റ് ലെക്കാച്ചയുടെ 2 ഇലയുള്ള പ്ലാന്റാണ്. ക്ലിയറൻസ് സെയിൽ കൂടിയാണെന്ന് പറഞ്ഞില്ലേ. ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റാണ് വൈറ്റ് ലെക്കാച്ചയുടെ.
എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്ലിയറൻസും എല്ലാം ഇങ്ങനെ വീഡിയോയിലൂടെ ഇടേണ്ടി വരുന്നത്. ഈ സൈസുള്ള റോട്ടാണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. എല്ലാവരും വീഡിയോ എൻഡ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൽ വലിയ റോട്ടാണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. ഇത് മദർ പ്ലാന്റ് തന്നെയാണ്. മദർ പ്ലാന്റ് നേരത്തെ കാണിച്ചില്ല, അതിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. പിക്ടം ട്രൈ കളറിൻ്റെ മീഡിയം സൈസ് മെച്ചുവേർഡ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഉള്ളത്. എൻ്റെ ഈ മെച്ചുവേർഡ് പ്ലാന്റ്സ് ഇല്ല, ഈ സൈസ് പ്ലാന്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചൈന റെഡിൻ്റെ ഈ പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ചൈന റെഡ് നല്ല ഡാർക്ക് പിങ്ക് കളറാവുന്ന പ്ലാന്റാണ്. അടുത്തത് സൂപ്പർ വൈറ്റ് ആണ്. സൂപ്പർ വൈറ്റിൻ്റെ സീഡ്ലിങ്സ് അഞ്ചുമാനി വൈറ്റ് ഉണ്ട്, സൂപ്പർ വൈറ്റ് ഉണ്ട്, സ്നോ വൈറ്റ് ഉണ്ട്. അടുത്തത് ഇതും കുങ്കും എന്ന ഐഡിയയിൽ തന്നെ വന്നതാണ്, പക്ഷേ കളറൊന്നും അധികം വന്നിട്ടില്ല. ഇലയുടെ ഷേപ്പിനും മാറ്റമുണ്ട്, മറ്റേ കുങ്കുമിൻ്റെ ഇലയുടെ ഷേപ്പല്ല. ഈ കൊച്ചിൻ ബീച്ചും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ചെറിയ സ്മോൾ പ്ലാന്റ്സ്, ചെറിയ പ്ലാന്റ്. അടുത്തത് ഇത് 24 ക്യാരറ്റിൻ്റെ തൈയാണ്. തീരെ ചെറിയ തൈയാണ്, ജിഫിയിൽ വരുന്നതാണ്. ജിഫിയിൽ നിന്ന് അതിൻ്റെ വേരൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. 24 ക്യാരറ്റാണ്, 10 ക്യാരറ്റ് അല്ല. എൻ്റെ കൈയുടെ വെള്ളയിലിരിക്കുമ്പോൾ, കൈ വെള്ളയിൽ വെക്കുമ്പോൾ അതിൻ്റെ സൈസ് അറിയാമല്ലോ, ഇത്രയും സൈസുള്ള പ്ലാന്റാണ്. ഇങ്ങനെ സീഡ്ലിങ്സൊക്കെ പിടിപ്പിച്ചെടുക്കാൻ അറിയുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കിതൊക്കെ തന്നെ ഉപകാരപ്രദമാകും, വളരെ ഫലപ്രദമാകും. കുറഞ്ഞ വിലയ്ക്ക് 24 ക്യാരറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അടുത്ത ഈ പ്ലാന്റിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയത്തില്ല. ഇതും ജിഫിയിലുള്ള സീഡ്ലിംഗ് ആണ്. പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അതാണ് വീണ്ടും വീണ്ടും പറയാത്തത്. അടുത്തത് എമറാൾഡിൻ്റെ, റെഡ് എമറാൾഡിൻ്റെ സീഡ്ലിങ്സ് ആണ്. ഇതാണ് സൈസ് വരിക. റെഡ് കളർ, നടുക്കൂടെ മാത്രമേ റെഡ് കളറുള്ളൂ. ഈ സീഡ്ലിങ്സ്, ഈ കാണിച്ച എല്ലാ സീഡ്ലിങ്സും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇതാണ് സ്റ്റാർ ഡസ്റ്റിൻ്റെ റെഡ് കളറൊക്കെ വന്ന ഈ 2 ഇലയുള്ള മൂന്നാമത്തെ ഇല വരുന്ന ഈ സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ്. അടുത്തത് അത് കുറച്ചുകൂടെ വലിയ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതാണ് ആ കുങ്കും എന്ന് പറഞ്ഞ നാരോ ലീഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.